നാളത്തെ ഫിസിക്സ് പരീക്ഷയിൽ എന്തായാലും വർക്കിംഗ് പ്രിൻസിപ്പിൾ അഥവാ പ്രവർത്തന തത്വത്തിൽ നിന്ന് ഒരു ചോദ്യം, 2 ചോദ്യം ഉണ്ടാവും. അത് ഏതൊക്കെ ചോദ്യമാണെന്ന് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഇതല്ലാണ്ട് വേറൊരു ചോദ്യം വരില്ല. ഇത്രയും വർക്കിംഗ് പ്രിൻസിപ്പിൾ ജസ്റ്റ് പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മക്കളെ വേമേ ഇത് വീഡിയോ ഒന്ന് സ്കിപ്പ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, വേമേ ഇപ്പം തന്നെ പഠിച്ച് പണി തീർക്കാം കേട്ടോ. ഓക്കെ, സേഫ്റ്റി ഫ്യൂസ്, അയൺ ബോക്സ്, സോൾഡറിങ് ആണ് എല്ലാം. എന്താണ്, കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഉണ്ടാകുന്ന സാധനങ്ങളാണ്. സേഫ്റ്റി ഫ്യൂസ് ഹീറ്റ് ഉണ്ടാക്കി മെൽറ്റ് ആയി പോകും. ഇവരുടെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ, അഥവാ എന്ത് എഫക്റ്റ് ആണ് ഇവരിൽ ഉപയോഗിക്കുന്നത്? ഒന്നുമില്ല, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്, വൈദ്യുതിയുടെ താപന ഫലം. അതുകൊണ്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഉണ്ടാക്കുന്നു, അതുകൊണ്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി ഫ്യൂസ് ആണ്, ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ് ബൾബ് അല്ലെങ്കിൽ ലാമ്പ്. അപ്പോൾ ഇൻകാൻഡസെന്റ് ബൾബ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ലാമ്പ് ആയിക്കോട്ടെ, ലൈറ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. എന്ത് എഫക്റ്റിലാണ്? ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ പ്രകാശഫലം എഴുതി വെക്കുക. അത്രേ ഉള്ളൂ സംഭവം. നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്, ഇലക്ട്രോ മാഗ്നറ്റ് അഥവാ സോളിനോയിഡ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ എന്ത് എഫക്റ്റ് ആണ്? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ കാന്തിക ഫലം. സിമ്പിൾ. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പോവുകയാണെങ്കിൽ, അതിന്റെ മുൻപത്തെ ചാപ്റ്ററിന്റെ മോട്ടർ, ലൗഡ് സ്പീക്കർ, സെക്കൻഡ് ചാപ്റ്ററിൽ തന്നെ നിൽക്കുകയാണ്. മോട്ടർ ആയിക്കോട്ടെ, ലൗഡ് സ്പീക്കർ, ഇലക്ട്രിക് മോട്ടർ അഥവാ ലൗഡ് സ്പീക്കർ ആയിക്കോട്ടെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ മക്കളെ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്, ഓർത്ത് വെച്ചോ. മോട്ടോർ പ്രിൻസിപ്പിളിന്റെ ഡെഫിനേഷൻ കൂടി പഠിച്ചിട്ടോ, പരീക്ഷയിൽ ചോദിക്കട്ടോ. നെക്സ്റ്റ് എ സി ജനറേറ്റർ അഥവാ ഡി സി ജനറേറ്റർ ആണ്. ഇവിടെ എഴുതിയ തെറ്റാണ് മക്കളെ. എ സി ജനറേറ്റർ ആയാലും ഡി സി ജനറേറ്റർ, ഏത് ജനറേറ്റർ ആണെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ, വൈദ്യുതകാന്തിക പ്രേരണമാണ്. അതിന് ഡെഫിനേഷൻ കൂടി പഠിച്ചു വെച്ചോ. ഇത്രയും പഠിച്ചു വെച്ചോ, ഒരു ഉറപ്പായിട്ടും 2 മാർക്ക് നാളത്തെ പരീക്ഷയിൽ വെറുതെ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നു. ഈ ഫ്രീ ആയിട്ട് കിട്ടിയ മാർക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ്, ചെറിയ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ അതും അറിയിക്കുക മക്കളെ. നാളത്തെ പരീക്ഷ നമ്മൾ പൊളിക്കും. പിന്നെ മറക്കണ്ട, വൈകുന്നേരം ലൈവ് ഉണ്ട്, അതിൽ കയറി വരണം. 30 ഷുവർ ക്വസ്റ്റ്യൻസ് പഠിക്കാം, പൊളിക്കാം.